രാവിലെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് ഞെട്ടേണ്ട ആവശ്യമില്ല. കാരണം ഞെട്ടി ഞാൻ ഇപ്പം ഞെട്ടില്ലാതായി പോയ പോലെയുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ കേൾക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുതലാളി, അതായത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന വലിയ ഓഡിറ്റോറിയത്തിൻ്റെ മുതലാളിയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം പറഞ്ഞ പണക്കാരനാണ്. അയാളുടെ വീട്ടിൽ ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല. ഒരു വലിയൊരു ബംഗ്ലാവ് പോലെ ഒരു വീടാണ്. അതുമാത്രവുമല്ല വലിയ മതിൽക്കെട്ടാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ നിലവിളി പുറത്തുള്ള ഒരാളും കേട്ടില്ല എന്നുള്ളതാണ്. കാരണം പുറത്തൊരാൾക്കും കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഇവർ നിലവിളിക്കുന്നത്. ഇവർക്കറിയാം, അതായത് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറമേ ആരും അറിയാൻ പാടില്ല. അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പണത്തിൻ്റെ അഹങ്കാരം നമുക്ക് കാണിക്കാം, പക്ഷെ അതെന്ന് പറയുന്നത് കുറച്ചും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ജനങ്ങളൊന്ന് വിശ്വസിക്കുക, അതാണ് വേണ്ടത്. ഇപ്പം മര്യാദയ്ക്ക് സാധാരണക്കാരനൊന്ന് എത്തി വെക്കാൻ പറ്റുന്ന ഒരു വീടാണെങ്കിൽ അവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തനെങ്കിലും ഉണ്ടാവില്ലേ വരാൻ. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ പാതിരാത്രിക്ക് ഭാര്യയെയും ഭർത്താവിനെയും നിഷ്ഠൂരമായിട്ട് ഒരുത്തൻ കൊല വിളിച്ച് താണ്ഡവമാടിയിട്ടും പുറത്തുള്ള ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. അയൽവക്കത്തെ താമസിക്കുന്നവൻ അറിഞ്ഞിട്ടില്ല, ഇപ്പുറത്ത് താമസിക്കുന്നവൻ അറിഞ്ഞിട്ടില്ല. എന്താ കാരണം? വലിയ ബംഗ്ലാവാണ്, വലിയ വീടാണ്. ഇവൻ്റെ വീട്ടിലുള്ള എടുത്തുകൊണ്ടുപോകല്ലേ എല്ലാവർക്കും പണി. അല്ല, എന്തിനാ ഇങ്ങനെ ഒരു വലിയൊരു ബംഗ്ലാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മതിൽ വെക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മളെല്ലാവരും കണ്ടാണ് വെള്ളപ്പൊക്ക സമയത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഈ പണക്കാരെ വീട്ടിൽ അവരെ രക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വലിയ ഗേറ്റുകളും മതിലുകളും. ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ കുറേ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ വെല്ലുവിളിക്കേണ്ടത് നിങ്ങൾ ഈ സാധാരണ ജനങ്ങളോടല്ല. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പണത്തോണ്ട് നിങ്ങൾ വലിയ മതിൽ കെട്ടിയിട്ടല്ല പ്രതികാരം ചെയ്യേണ്ടത്. ആ അടുത്തുള്ളവൻ പാവപ്പെട്ടവനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉപ്പെങ്കിലും നിങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ ഒരു സൗഹൃദം നിങ്ങൾ ഉണ്ടാക്കണം. എന്തെങ്കിലും നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി വരാനുള്ള ഒരു മനസ്സുള്ളവനായിരിക്കും ആ കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ വലിയ മതിലും അതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഈ മനുഷ്യന്മാരെ കടിച്ചു കീറാനുള്ള നായക്കളെയും, എന്നിട്ടിങ്ങനെ പുറത്തൊരു ബോർഡും, അതായത് നായയുണ്ട് സൂക്ഷിക്കുക, ഒരു പിരിവാരം വരെ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ള തരത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. പിന്നെ ഇവിടെയുള്ള ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവന് വലിയ വിശ്വാസമാണ്. സ്വന്തം നാട്ടിലുള്ള ഒരാളെയും വിശ്വാസമില്ല, അന്യ സംസ്ഥാന തൊഴിലാളികൾ നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജോലി ചെയ്യുന്നത് ആരാ? ഇവന്മാർ തന്നെയാണ്. ഇവന്മാർ ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകും, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജീവൻ തന്നെ കൊണ്ടുപോകും. അങ്ങനെ ഒരു സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ പണവും പത്രാസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി, അതായത് സാധാരണക്കാരുമായിട്ട് കുറച്ചുകൂടി സംസാരിച്ച് അവൻ്റെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീട് കാണണം, എൻ്റെ മതിൽക്കെട്ടിലേക്ക് എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ അവൻ ഓടി വരണം എന്നുള്ള തരത്തിലൊരു വീടൊക്കെ എടുത്ത് വെക്ക്. അതാണ് നമ്മളുടെ ഇപ്പോഴും ഈ ഇന്ന് കണ്ട, അതായത് ഈ വിജയകുമാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മീര എന്ന് പറയുന്ന അവർക്ക് സംഭവിച്ചതോ തന്നെയാണ്. അവരുടെ നിലവിളി ആ ഒരു ചുമരിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയി, ഒരാൾ പോലും കേട്ടില്ല എന്നുള്ളതാണ്. ഇതുപോലെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. പല പണക്കാർക്കും സംഭവിച്ച ദുരന്തം ഇത് തന്നെയാണ്. അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറംലോകം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ കോട്ടയത്ത് നടന്ന ഒരു സംഭവത്തിൽ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ അന്യ സംസ്ഥാന തൊഴിലാളിയാണ്. പക്ഷേ സാഹചര്യമായിട്ടുള്ള കുറേ തെളിവുകളും കാര്യങ്ങളും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കൊലയാളി ഇവർ പുറകെ തന്നെയുണ്ട്. ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ സ്വത്തടിച്ചു മാറ്റാനുള്ള കൊലയാളിയാണ്, ഇല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തോ ഒരു വൈരാഗ്യമുള്ള ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ കഥയെ പോലും തോറ്റുപോകുന്ന, അതായത് നമ്മൾ പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ട്, കനലി എന്ന് പറഞ്ഞിട്ട്, അതായത് മോഹൻലാലിൻ്റെ ഭാര്യയെയും അതുപോലെ മക്കളെയും അതുപോലെ ഭാര്യയുടെ മാതാപിതാക്കളെയൊക്കെ കൊലപ്പെടുത്തുന്നത് ദുബായിൽ വെച്ച്. അങ്ങനെ അയാൾ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് കർണാടകത്തിലൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെയാണ് പ്രതാപ് ബോത്തൻ അടക്കമുള്ള ആളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നത്. അതൊരു ഭയങ്കരമായിട്ടൊരു പ്രതികാരമുള്ളൊരു സ്റ്റോറിയായിരുന്നു. അതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രതികാരം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇയാളുടെ മകൻ എന്ന് പറയുന്നത് ഗൗതം, അയാൾ മരിച്ചിരിക്കുന്നത് 2017 അത് പോലീസ് ഇവൻ ഒടുക്കിയതാണെന്ന് പറയുമ്പോഴും ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും അതല്ല, എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. രാത്രി 8 മണിക്ക് വരെ അവൻ ചോദിച്ചിട്ടുണ്ട്, ആഹാരം വാങ്ങിച്ചു കൊണ്ടുവരണോ അമ്മേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഇയാൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാം, ഒന്നിക്കലും തന്നെ വിജയകുമാറിനറിയാം എൻ്റെ പുറകിൽ ഒരു കൊലയാളി ഉണ്ട് എന്ന്. അപ്പോൾ ഇത് അന്യ സംസ്ഥാന തൊഴിലാളിയാണ്, അല്ലെങ്കിൽ അവൻ പണ്ട് മൊബൈൽ മോഷ്ടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവനെ ജയിലിലാക്കിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അവൻ ആകണമെന്ന് ഒരു ചാൻസും ഇല്ല. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഒരു വലിയൊരു ഗ്യാങ്,
അതായത് എന്തോ ഒരു ഗ്യാങ് ഇല്ലെങ്കിൽ ആ കൊലയാളി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീടിൻ്റെ പുറകെ തന്നെയുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാതെ പിന്നെ ഇത്രയും വലിയൊരു വീട്ടിൽ കടന്നിട്ട് ഒരു ആസാം സ്വദേശിയായ ഒരു യുവാവിനെ അതായത് അയാൾക്ക് പ്രതികാരം ചെയ്തിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊരു സംശയം തന്നെയാണ്. ഇനി പിന്നെ ഒരു കാര്യം കേട്ടോ, പോലീസുകാർ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഗണ്യന്മാരാണ്. അവർ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ മുന്നിൽ നിർത്തിയിട്ട് പിന്നെ കൊലയാളിയുടെ പുറകെ പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഭയങ്കരന്മാർ തന്നെയാണ്. അവർ ഒരു കൊലപാതകം ഉണ്ടെങ്കിൽ അവനെ പൊക്കിയെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ ഊഹിക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ജിഷ കേസ് ഇപ്പോഴും അതൊരു നാണക്കേട് തന്നെയാണ്. അതായത് ഇന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പ്രതി എന്ന് കൂടുതൽ വിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നില്ല. അതായത് ഈ അമീർ ഇസ്ലാം അയാളാണ് പ്രതി എന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അയാൾക്ക് ചോര കണ്ട ഭയമാണ്, അല്ല അയാൾ അങ്ങനെ ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം അറിയാലോ ചില കേസുകളിലൊക്കെ തന്നെ ചില തെറ്റിദ്ധാരണകൾ വരാറുണ്ട്. പിന്നെ ഈ ഒരു കേസ് തന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഒരു വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കിയൊരു സംഭവം തന്നെയാണ് ജിഷ കേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വിജയകുമാറിൻ്റെയും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയുടെയും മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ കൃത്യമായിട്ട് എന്തോ ഒരു വലിയൊരു സംഭവമുണ്ട്. അത് കണ്ടുപിടിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കൊലയാളി ഒരു പക്ഷേ അവരുടെ വീട്ടിൻ്റെ എവിടെയെങ്കിലും ഇപ്പോഴും പതുങ്ങിയിരിക്കുന്നുണ്ടാവും. അല്ലാതെ ഒരു കുടുംബത്തെ മുഴുവൻ ഇനിയിപ്പോഴും പിന്നെ ഭയക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ മകളാണ്. കാരണം ഇനി ആ കുടുംബത്തിലാകിയുള്ളതെന്ന് പറഞ്ഞാൽ ഇയാളുടെ മകൾ മാത്രമാണ്. അപ്പം മകൾ നല്ല രീതിയിൽ ഭയക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. അതായത് ഈ കൊല്ലപ്പെട്ടയാൾ ഒരു സാധാരണക്കാരനല്ല. അയാൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ സാമ്പത്തികപരമായിട്ടും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബപരമായിട്ടും എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഒരു വലിയൊരു വ്യവസായ പ്രമുഖനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോടൊരു പ്രതികാരം ചെയ്യണമെങ്കിൽ അയാളുടെ മുഖം വരെ അടിച്ച് തകർക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ശക്തി തന്നെ ഉണ്ടാകും. അല്ലാതെ ഒരുത്തനെ കൊണ്ടൊന്നും ഇത് സാധിക്കില്ല ഒരിക്കലും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വസ്ത്രവും വലിച്ചൂരി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CCTVൻ്റെ ഈ ഡിസ്കോ എടുത്ത് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനല്ല അവൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുകിലും എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ കൊലയാളി സംഘം, ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആരും ഏർപ്പാട് ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണക്കാരെ പുറകിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കഥകളുണ്ടാകും. നമ്മൾ അറിയപ്പെടാത്ത കുറേ സ്റ്റോറികൾ ഉണ്ടാകും. ഒരു വലിയൊരു വ്യവസായി തന്നെയാണ് ഈ ഒരു പിന്നെന്താ പറയേണ്ടത് വലിയ വലിയ ഹോട്ടലുകളും അതുപോലെ ഓഡിറ്റോറിയങ്ങളും സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് വിജയകുമാർ. അപ്പോൾ അയാൾക്ക് ശത്രുക്കളുണ്ടോ? അയാൾ സാമ്പത്തികപരമായിട്ടുള്ള ശത്രുക്കളുണ്ടോ? ബിസിനസ് പരമായിട്ടുള്ള ശത്രുക്കളുണ്ടോ? ഇങ്ങനെയുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു ടീമായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇവരില്ലാണ്ടായി കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും വലിയ ഗുണം? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് വലിയ സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബക്കാരായാലും എല്ലാവരും തന്നെ സാമ്പത്തികപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവരെല്ലാവരെയും കൊലപ്പെടുത്തിയതിന് ശേഷം ആ സ്വത്ത് തട്ടിയെടുക്കണം എന്നുള്ള രീതിയിലൊന്നും ആരും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ഇതെന്തോ ഒരു വലിയൊരു വൈരാഗ്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ആലുവ കൂട്ടക്കൊല നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ആ വീട്ടിലുള്ള ഒരാൾ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അതിൻ്റെ പുറകിൽ ആൻ്റണി എന്ന് പറയുന്ന ഒരുത്തനാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുമ്പോൾ ഈ ആൻ്റണിക്ക് ഇവരെ എല്ലാവരെയും കൊന്നിട്ട് എന്ത് കിട്ടാനാണ്? ഒരാൾ ഗൾഫിൽ പോകാൻ പൈസ കൊടുത്തിട്ടില്ല എന്ന് കരുതിയിട്ട് ഈ ആൻ്റണി ഇത് മൊത്തം ചെയ്യോ എന്നുള്ള ഒരുപാട് സംശയങ്ങളും നമുക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം. അതായത് പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മേലെയാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ക്രിമിനൽ മൈൻഡുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചില ആൾക്കാരെന്ന് പറയുന്നത് കേട്ടോ 10 റുപ്യ ഈ പിന്നെ അവരുടെ കുറവിന് വേണ്ടിയിട്ടാണ് അവരെ വിളിക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടെ നാട്ടി വിടണം അല്ലെങ്കിൽ അവരിവിടെ വേണ്ട എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ മലയാളികൾ പല സംസ്ഥാനങ്ങളിലും പോയിട്ട് പല ജോലികളും ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ഇവിടെ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ മാത്രം ഇതെന്താ ഈ കേരളം എന്ന് പറഞ്ഞാൽ വേറെ രാജ്യമൊന്നുമല്ല. ഇതും ഇന്ത്യയിൽപ്പെട്ടൊരു സംസ്ഥാനമാണ്. നമ്മുടെ മലയാളികൾ എവിടെയൊക്കെ പോയിട്ട് ജോലി ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് വന്നിട്ടും ഈ കേരളത്തിൽ വന്നിട്ട് ജോലി ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ സംശയം എൻ്റെ മാത്രമാണ്, അല്ലാതെ വേറെ ആരുടെയുമല്ല. നിങ്ങളിത് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഒരു ലൈക്ക്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഒരു ലൈക്ക് എനിക്ക് തരിക. പിന്നെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.